മലയാളി ദമ്പതികളെ ആവടിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം ഉണ്ടായത്. മലയാളിയായ ശിവൻ നായർ പാലക്കാരനാണ്. പാലാ പിഴക് സ്വദേശിയാണ്. ഭാര്യ പ്രസന്നകുമാരി എരുമേലിക്കാരിയാണ്. പ്രസന്നകുമാരി അവിടെ ആവടി സൈനിക സ്കൂളിൽ ടീച്ചറായിരുന്നു. അവർ റിട്ടയർ ചെയ്തു. ഇപ്പോൾ 62 വയസ്സ് പ്രായമുണ്ട്. അത് ശിവൻ നായർ ആർമി മെക്കാനിക്കൽ ഡിവിഷനിൽ ജോലിയായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം അവിടെ ഒരു ഫാർമസി തുടങ്ങി. വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ലിനിക്ക്. 2 മക്കളും ആയുർവേദ ഡോക്ടറായി. മൂത്ത കുട്ടി ശ്രീഗംഗ, അയാളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. രണ്ടാമത്തെ ഹരി ഓം ശ്രീയും ആയുർവേദ ഡോക്ടറാണ്, വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പിതാവ് റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം സാമൂഹിക പ്രവർത്തകനാണ്. അതോടൊപ്പം വീടിൻ്റെ അവിടെ ഒരു ഫാർമസി നടത്തുന്നു. അതിനുശേഷം ആയുർവേദത്തിൽ ഡോക്ടറേറ്റ് നേടി. വീട്ടിൽ 3 പിതാവും 2 പുത്രന്മാരും ആയുർവേദ ഡോക്ടേഴ്സാണ്. വൈഫ് ഹൗസ് വൈഫാണ്. ഇപ്പോഴെങ്കിലും അവിടുത്തെ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു പ്രസന്ന. അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിലെ ജോലിക്കാരനായ 22 വയസ്സുകാരൻ, അയാൾ രാജസ്ഥാൻ സ്വദേശിയാണ്, മഹേഷ്. അയാൾക്ക് അശ്ലീല വീഡിയോ കാണുന്ന മാത്രമാണ് തൊഴിൽ. അതൊരു രോഗമാണ്. അതിവിടെ ചികിത്സയ്ക്ക് വന്നു. ഇയാളെപ്പറ്റി 100,000 കംപ്ലൈൻറ്റ് ആ കടയിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്കുണ്ടായി. അപ്പോൾ അവരോടൊക്കെ മോശമായി പെരുമാറുകയായി. അങ്ങനെയാണ് ഇയാളുടെ ഹിസ്റ്ററി മനസ്സിലായത്. ഇവിടെ ചികിത്സയ്ക്ക് വന്നു. ശിവനായരുടെ അടുത്ത് ചികിത്സ തേടി. ചികിത്സയിൽ രോഗം മാറ്റാം, ചികിത്സ തുടങ്ങി. ഏതായാലും ഈ പരാതി പല സ്ത്രീകളിൽ നിന്ന് വന്നതോടുകൂടി ഇയാളെ അവിടുന്ന് പിരിച്ചുവിട്ടു. 22 വയസ്സേ ഉള്ളൂ അയാൾക്ക്. ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് വീട്ടിൽ കയറ്റുന്നതിന് പ്രസന്നകുമാരി എതിരായിരുന്നു. പൊതുവെ അയാളെ അവിടെ ചികിത്സിപ്പിക്കരുതെന്നായിരുന്നു പ്രസന്നകുമാരിയുടെ അഭിപ്രായം. അത് ഇയാൾക്ക് മനസ്സിലായി. അവരോട് വൈരാഗ്യം ഉണ്ടായി. 22 വയസ്സേ ഉള്ള ഈ പയ്യന്. മഹേഷിന് അവരോടുള്ള വൈരാഗ്യം മൂത്തു. അവന് ഈ വീടിൻ്റെ അവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നു. CCTV ദൃശ്യത്തിൽ വന്നിട്ട് ഇയാൾ മടങ്ങിപ്പോകുന്നത് കണ്ടു. അവിടെ പോലീസിന് സംശയം വരാൻ കാരണം, അന്ന് പകല് ഇയാൾ ഒരു സമയത്ത് വന്നപ്പം മകൻ വീട്ടിലുണ്ട്, ഹരി ഓം ശ്രീ വീട്ടിലുള്ള. അദ്ദേഹം വെളിയിൽ പോയി കഴിഞ്ഞ ശേഷവും വന്നിരിക്കാം. രാത്രി 8 മണിക്ക് ഡോക്ടറെ കാണാൻ വന്ന ഒരു സ്ത്രീയാണ് കാർ പോർച്ചിൽ ശിവൻ നായർ കഴുത്തിൽ മുറിവേറ്റ് കിടക്കുന്നത് കാണുന്നത്. അവർ ബഹളം വെച്ചു. ആൾക്കാരെല്ലാം ഓടിക്കൂടി ശിവൻ നായരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് വീടിനകത്ത് പ്രസന്നകുമാരിയും കഴുത്തിന് മുറിവേറ്റ് മരിച്ചു കിടക്കുന്ന കാണുന്നത്. കഴുത്തിലും പിന്നിലും അഗാധമായ മുറിവുകളുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലേഡ് കൊണ്ട് തന്നെയാണ് വരഞ്ഞിരിക്കുന്നത്. ആദ്യം ആ വീടിനുള്ളിൽ കയറി പ്രസന്നകുമാരിയെ കൊന്നിരിക്കാം. ബഹളം കേട്ട് വെളിയിൽ എവിടെയെങ്കിലും ഓടിയെത്തിയതായിരിക്കണം ശിവൻ നായർ. അദ്ദേഹത്തിനെ കാർ പോർച്ചിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി. രാത്രിയാണ്. 8 മണിക്ക് ഒരു സ്ത്രീ വന്ന ശേഷമാണ് ഇത് കാണുന്നത്. ആവടിയിലെ റിട്ടയർ ചെയ്ത ശേഷം അവിടെ പൊതുക്കാര്യ പ്രസക്തനാണ് ശിവൻ നായർ. അവിടെ NSSന്റെ ഭാരവാഹിയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ എക്സർവീസ്മെന്റിന്റെ അസോസിയേഷനിലെ ഭാരവാഹിയാണ്. എയർഫോഴ്സ് മലയാളി അസോസിയേഷൻ്റെ സംഘാടകനാണ്. അങ്ങനെ പൊതുവെ അവിടെയുള്ള മലയാളികൾക്കെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ്. എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തിയാണ്. സാമൂഹ്യ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. 2 പേരുടെ മരണം, അതിക്രൂരമായ ഈ മരണം അവിടുത്തെ മലയാളികൾക്കൊക്കെ വളരെ ദുഃഖമുണ്ടാക്കി. ഒരു മകൻ ഓസ്ട്രേലിയയിലാണ്, ഒരു മകൻ ഇവിടെയുണ്ട്. ഗൂഗിൾ പേ സംബന്ധിച്ച ഒരു തർക്കം ഈ മഹേഷുമായിട്ട് അവിടെ ഉണ്ടായി. മരുന്ന് വാങ്ങിച്ചതിനും ചികിത്സിച്ചതിനും പൈസ ചോദിച്ചപ്പോൾ അത് ഗൂഗിൾ പേയിൽ ഇടണം എന്ന് നിർബന്ധം പിടിച്ചു ശിവൻ നായർ. അതിലൊരു വൈരാഗ്യമുണ്ട്. ആ കടയിൽ ഇപ്പം ജോലിയില്ല. ഇയാൾക്ക് ഈ അസുഖം എന്താണെന്ന് കടക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കാം. അശ്ലീല വീഡിയോ കാണുന്നതാണ് അയാളുടെ തൊഴിൽ. അതിന് ചികിത്സയ്ക്കാണ് ഇവിടെ വരുന്നത് തന്നെ.
ഏതായാലും കടക്കാർ ഇയാളെ പിരിച്ചുവിട്ടു. അതിനൊരു കാരണക്കാരൻ ഇയാളുടെ രോഗം അറിഞ്ഞതുകൊണ്ട് തന്നെ ആകാം, അതിൻ്റെ പിന്നിൽ ശിവൻ നായരായിരിക്കാം എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവണം. പിന്നെ അവിടെ ചികിത്സയ്ക്ക് വരുന്നത് ഇയാളെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് തടയുന്നത് പ്രസന്നകുമാരിയാണ്. പൊതുവെ ശിവൻ നായരുടെ അടുത്തും പ്രസന്നകുമാരിയുടെ അടുത്തും വൈരാഗ്യമായി. അങ്ങനെയാണ് രണ്ടുപേരെയും കൊലപ്പെടുത്താൻ അയാൾ തീരുമാനം എടുത്തത്. അതിന് പ്രത്യേക കത്തികൾ, ബ്ലേഡുകൾ സംഘടിപ്പിച്ച് അയാൾ വന്നു. 21, 22 വയസ്സുള്ള പയ്യനാണ്. വൈരാഗ്യം തോന്നി. അത് ഈ രീതിയിൽ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഏതായാലും അവിടെയിലെ മലയാളികൾക്കെല്ലാം അതീവ ദുഃഖത്തിലാണ്. കാരണം പാലക്കാരായ ഈ രണ്ടുപേരും വർഷങ്ങൾ 1995 മുതൽ അവിടെ താമസിക്കുകയാണ്. 10-30 വർഷമായിട്ട് അവിടെയുണ്ട്. എല്ലാം മലയാളിക്കും അറിയാം. എല്ലാവരും ഉപകാരികളാണ് ഇവർക്ക്. എല്ലാവർക്കും സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചവരാണ്. ഈ ദാരുണമായ അന്ത്യം മലയാളികളെ എല്ലാം അവിടെ ദുഃഖത്തിലാഴ്ത്തി.